കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ്. പക്ഷെ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ജനറൽ ലൈറ്റിംഗിന്റെ കേസ് ആയിരുന്നു. അതായത് നമ്മൾ ഓരോ ലൈറ്റ് ഫിക്സ്റ്റേഴ്സും കൊടുക്കുന്നതിന് ഓരോ പർപ്പസ് ഉണ്ട്. ലെയേർഡ് ലൈറ്റിംഗിനെ പറ്റി നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഒരു വീഡിയോയിൽ. അതായത് ഇന്റീരിയർ സ്പേസസിൽ നമ്മൾ പല ലെയേഴ്സിലായിട്ട് ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. കിച്ചൺ പോലെയൊക്കെയുള്ള നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ഏരിയകളിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് പാനൽ ലൈറ്റ്സ് തന്നെയാണ്. പിന്നെ കമന്റ്സിൽ ഏറ്റവും മെൻഷൻ ചെയ്തിരുന്ന സിലിണ്ടറിക്കൽ ലൈറ്റ്സ്, അത് കുറച്ചുകൂടി ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ആണ് തരുന്നത്. ഇപ്പൊ നമ്മുടെ ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ പോലെയുള്ള ഏരിയകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ സിലിണ്ടറിക്കൽ ലൈറ്റ്സ്. പിന്നെ വരുന്ന പ്രൊഫൈൽ ലൈറ്റ്സ്, അത് ശരിക്കും ഒരു ജനറൽ ലൈറ്റ് എന്നുള്ള രീതിയിൽ എപ്പോഴും യൂസ് ചെയ്യാൻ അത്ര നല്ലൊരു ഓപ്ഷൻ ഒന്നുമല്ല. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സീലിംഗിൽ ഡയറക്റ്റ് ആയിട്ട് പോയിന്റ്സ് കൊടുത്തിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. എങ്കിൽ പോലും അത് കുറച്ചുകൂടി ഒരു ആക്സെന്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കിച്ചൺ ക്യാബിനറ്റ്സിന്റെ അടിയിലൊക്കെ നമ്മൾ ടാസ്ക് ലൈറ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നു പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ള പർപ്പസുകൾക്ക് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ് ഈ പ്രൊഫൈൽ ലൈറ്റ്സ്. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഫോൾ സീലിംഗ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ലൈറ്റ്സ് ആണ് പെൻഡന്റ് ലൈറ്റ്സ്, ഷാൻഡിലിയർ പോലെയുള്ള ഓപ്ഷൻസ് ഒക്കെ.